أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. قال المصنف أبو جعفر الطحاوي رحمة الله عليه: ونسمي أهل قبلتنا مسلمين مؤمنين ما داموا بما جاء به النبي صلى الله عليه وسلم معترفين وله بكل ما قاله وأخبر مصدقين ولا نجادل في القرآن ونشهد أنه كلام رب العالمين نزل به الروح الأمين فعلمه سيد المرسلين محمدا صلى الله عليه وسلم وهو كلام الله تعالى لا يساويه شيء من كلام المخلوقين ولا نقول بخلقه ولا نخالف جماعة المسلمين ولا نكفر أحدا من أهل القبلة بذنب ما لم يستحله ولا نقول لا يضر مع الإيمان ذنب لمن عمله. കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിക്കേണ്ടത് അർക്കാനുൽ ഈമാൻ, ഈമാനിൻ്റെ ഘടകങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഈമാനുമായി ബന്ധപ്പെട്ടതും മുസ്ലിം ഉമ്മത്ത് ഏറെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഇമാം അവറുകൾ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് സത്യവിശ്വാസികൾ? അവരോട് നമ്മൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? നാമുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട് ഏതു രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വരികളിലൂടെ ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. ഒന്നാമതായി വനുസമ്മി അഹ്ല ഖിബ്ലത്തിന മുസ്ലിമീന മുഅ്മിനീൻ, നാം നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിയുന്ന ആളുകളെ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി പരിഗണിക്കുന്നു. മാ ദാമു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്തരിഫീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന വിശ്വാസവും അഖീദയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം. വലഹു ബികുല്ലി മാ ഖാലഹു വഅഖ്ബറ മുസദ്ദിഖീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളും പ്രവചനങ്ങളും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളെ മുസ്ലിങ്ങൾ എന്ന് നാം വിളിക്കും. വലാ നുജാദിലു ഫിൽ ഖുർആനി വനഷ്ഹദു അന്നഹു കലാമു റബ്ബിൽ ആലമീൻ, വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ നമ്മൾ തർക്കിക്കുകയും വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ നാം തർക്കിക്കുകയില്ല, മറിച്ച് അത് സർവ്വലോക രക്ഷിതാവിൻ്റെ കലാമാണെന്ന് നാം അംഗീകരിക്കുന്നു. നസല ബിഹിർ റൂഹുൽ അമീനു ഫഅല്ലമഹു സയ്യിദൽ മുർസലീൻ, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തതാണ്. വഹുവ കലാമുല്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ലാ യുസാവിഹി ശൈഉം മിൻ കലാമിൽ മഖ്ലൂഖീൻ, സൃഷ്ടികളുടെ ഒരു സംസാരവും അതിനോട് തുല്യപ്പെടുകയില്ല. വലാ നഖൂലു ബി ഖൽഖിഹി, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് നാം പറയുകയും ചെയ്യുകയില്ല. വലാ നുഖാലിഫു ജമാഅത്തൽ മുസ്ലിമീൻ, മുസ്ലിം ഉമ്മത്തിൻ്റെ ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയുമില്ല. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ, ഖിബ്ലയിലേക്ക് തിരിയുന്ന മുസ്ലിങ്ങളായ ആളുകളെ ഏതെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നാം കാഫിറാക്കുകയില്ല. മാലം യസ്തഹില്ലഹു, ആ തെറ്റിനെ അവർ അനുവദനീയമായി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം. വലാ നഖൂലു ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു, അതേപോലെ വിശ്വാസത്തിന് പാപങ്ങൾ യാതൊരു പോറലും ഏൽപ്പിക്കുകയില്ല എന്നും നമ്മൾ വാദിക്കുന്നില്ല. അപ്പോൾ ഒന്നാമതായി ആരാണ് മുസ്ലിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ സല്ല സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലികുമുൽ മുഅ്മിൻ, നാം തിരിയുന്ന ഖിബ്ലയിലേക്ക് തിരിയുകയും നമ്മെപ്പോലെ 5 നേരം നമസ്കരിക്കുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവനാണ് മുഅ്മിൻ. ഒരു മുസ്ലിമിൻ്റെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നാം തിരിയുന്ന ഖിബ്ല, അതായത് മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു. സ്വലാത്തന, നമ്മെപ്പോലെ 5 വക്ത് നിസ്കാരം, 3 വക്ത് നിസ്കാരക്കാരുണ്ട്, തോന്നുമ്പോൾ നിസ്കരിക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ അഹ്ലുൽ ഖിബ്ലയിൽ പെടുത്താൻ പറ്റുന്നവരല്ല, അവരെ മുസ്ലിങ്ങളായി നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. നിസ്കാരം 3 വക്താണ് എന്ന് പറയുന്ന ആളുകളും അതേപോലെ തന്നെ ഖിബിലയിലേക്ക് അല്ലാതെ തിരിഞ്ഞ് നിസ്കരിക്കാം എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് മുസ്ലിമായി അംഗീകരിക്കാൻ സാധ്യമല്ല.
മൂന്നാമത്തെ കാര്യം വാക്കല ദബീഹത്തന, നാം അറുത്തത് ഭക്ഷിക്കുന്ന ആളുകൾ. അതായത് സ്വാഭാവികമായും നാം അറുത്തത് തിന്നുന്നത് നമ്മളെ മുസ്ലിങ്ങളായി തിരിച്ചും അംഗീകരിക്കുന്ന ആളുകളാണ്. ഖവാരിജികളെപ്പോലെ മുസ്ലിങ്ങൾ കാഫിറാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ അറുത്തത് ഭക്ഷിക്കൂല. അപ്പോൾ നമ്മെ ഇങ്ങോട്ട് മുസ്ലിമായി അംഗീകരിക്കുന്ന ആളുകളെ നാം അങ്ങോട്ട് മുസ്ലിമായി അംഗീകരിക്കുന്നു. മഹാന്മാരായ അയിമത്തുകൾ ആ രൂപത്തിലാണ് ഹദീസിനെ വിശദീകരിക്കേണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മുസ്ലിങ്ങളാണെന്ന് നാം വിളിക്കുകയും ആ രൂപത്തിൽ അവരോട് ഇടപഴകുകയും ചെയ്യും. മാദാമു ബിമാ ജാഹബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തരിഫീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അവർ അംഗീകരിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ സത്യമാണെന്ന് അംഗീകരിക്കുന്നു, അതിനെ നിഷേധിക്കുന്നില്ല. അങ്ങനെയുള്ളിടത്തോളം കാലം അവരെ മുസ്ലിമായി നാം കാണുകയും ഗണിക്കുകയും ആ രൂപത്തിൽ അവരുമായി നമ്മൾ പെരുമാറുകയും ചെയ്യും എന്ന് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്കുകളിലൂടെ ഇമാം അബൂ ജഅഫർ തഹാവി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അസമ മിന്നി ദമുഹു വമാലുഹു വഹിസാബുഹും അലല്ലാഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്താൽ അസമ മിന്നി ദിമാഅഹും അംവാലഹും, അവരുടെ സ്വത്തും സമ്പത്തും ശരീരവും പവിത്രമാണ്. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അവരാത്മാർത്ഥമായാണോ ആ കാര്യം പറഞ്ഞത്, മറ്റെന്തെങ്കിലും രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചുഴിഞ്ഞു നോക്കൽ എൻ്റെ ബാധ്യതയല്ല, മറിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ, ബാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്തു പറയുന്നു, എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു എന്ന് പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ മുസ്ലിമായി നാം ഗണിക്കുകയും മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ അവകാശം നാം നൽകുന്നുവോ അതെല്ലാം അവർക്കും നൽകുകയും വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഇഖ്വൽ ഇസ്ലാമിയ, ഇസ്ലാമിക സാഹോദര്യം അവരുമായി നമ്മൾ പുലർത്തുകയും അവരോട് നമ്മൾ വലാഹ് പുലർത്തുകയും ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും കൽപ്പനകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ, വിശ്വാസികളുടെ ഉദാഹരണം കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ, ആ കെട്ടിടത്തിൻ്റെ ഒരു വശം മറ്റൊരു വശത്തിന് ശക്തി പകരുന്ന നിലയിലാണ്. കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊളിച്ചെടുത്താൽ ആ കെട്ടിടം മറിഞ്ഞു വീഴും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പില്ലറുകൾ തകർത്താൽ അത് മുഴുവൻ തകർന്നു വീഴും. ആ രൂപത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന വിശ്വാസിയാവട്ടെ അവരെല്ലാം നിങ്ങളുടെ സഹോദരന്മാരാണ്. യശുദ്ദു ബഅദുഹും ബഅദ, അവർ പരസ്പരം ശക്തിപ്പെടുത്തേണ്ടവരും ശക്തിപ്പെടുത്തുന്നവരുമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം കൽ മസലിൽ ജസദിൽ വാഹിദ്, വിശ്വാസികളുടെ ഉദാഹരണം അവരുടെ പരസ്പര സഹകരണത്തിലും പരസ്പരം കാരുണ്യം ചെയ്യുന്ന വിഷയത്തിലും അവരുടെ ഉദാഹരിക്കാൻ പറ്റുന്നത് കൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. ഇദശ്തകാ മിൻഹു ഉദുവൻ തദാഅ ലഹു സായിറുൽ ജിസ്ം, ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം വന്നാൽ, മുറിവ് പറ്റിയാൽ, അസുഖം വന്നാൽ തദാഅ ലഹു സായിറുൽ ജസദ്, അവൻ്റെ ശരീരം മുഴുവൻ പനിയും വിറയലുമായി പ്രയാസപ്പെട്ട് ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ് ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് മുറിവേറ്റാൽ. ആ രൂപത്തിലാണ് മുസ്ലിം ഏത് പ്രദേശത്ത് ജീവിക്കുന്നവനാവട്ടെ, ഏത് നിറക്കാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, അവൻ്റെ വിഷമം നമ്മളുടെ വിഷമമാണ്, അവൻ്റെ സന്തോഷം നമ്മളുടെ സന്തോഷമാണ്, അവൻ നമ്മളുടെ സഹോദരനാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായതുപോലെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയുണ്ടായത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഒരു കവി പാടുകയുണ്ടായത്, മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ യാ അഖീ ഫിൽ ഹിന്ദി അം ഫിൽ മഗ്രിബി മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. ഇന്ത്യക്കാരനാവട്ടെ, അറേബ്യയിലാവട്ടെ, മൊറോക്കോയിലാവട്ടെ, ആഫ്രിക്കയിലാവട്ടെ, യൂറോപ്പിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, ഏത് പ്രദേശത്ത് ജീവിച്ചാലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അങ്ങനെ അവരോട് സാഹോദര്യബന്ധം പുലർത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സഹാബിമാരെ സംബന്ധിച്ച് പ്രതിപാദിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാണ്, അവർക്ക് ശേഷം വരുന്ന തലമുറകൾ യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന ഇഗ്ഫിർ ലനാ, സർവ്വലോകനാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ ഉൾക്കൊണ്ട ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരേണമേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് യാതൊരു തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഞങ്ങളുടെ മനസ്സിൽ നീ അവശേഷിപ്പിക്കുകയും ചെയ്യരുതേ നാഥ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ.
ആ പ്രാർത്ഥിക്കപ്പെടുന്ന വിശ്വാസികൾ ആരൊക്കെയാണ്? മുസ്ലിങ്ങൾ ആരൊക്കെയാണ്? ഈ പറഞ്ഞ രൂപത്തിലുള്ള മുസ്ലിങ്ങളാണ്. വനുസമ്മി അഹ്ല ഖിബ്ലത്തിന മുസ്ലിമീൻ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്ന, നമ്മളെ മുസ്ലിങ്ങളായി പരിഗണിക്കുന്ന 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളെല്ലാം മുസ്ലിങ്ങളാണ്. അവരെല്ലാവരും ഒരേ രൂപത്തിലാണ്, ഒരേ ദർജക്കാരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവരെല്ലാം മുസ്ലിങ്ങളാണ്. അവരോടെല്ലാം നമ്മൾ സാഹോദര്യ ബന്ധം പുലർത്തുകയും ചെയ്യൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ 6 കാര്യങ്ങളാണ്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ നിങ്ങൾ സലാം പറയുക. വൈദാ ദഅക ഫഅജിബഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വൈദസ്തൻസഹക ഫൻസഹു, എന്തെങ്കിലും ഒരു ഉപദേശം ചോദിച്ചാൽ അവനോട് ഗുണകാംക്ഷയോടുകൂടി ഉപദേശം നൽകുക. വൈദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിതുഹു, തുമ്മുകയും എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ അവന് ജവാബായിക്കൊണ്ട് യർഹമുക്കല്ലാ എന്ന് പ്രാർത്ഥിക്കുക. വൈദാ മരിദ ഫഉദുഹു, അവൻ രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കുക. വൈദാ മാത്ത ഫത്ബഅഹു, അവൻ മരിച്ചാൽ അവൻ്റെ ജനാസയെ അനുഗമിക്കുകയും അവന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഈ ബാധ്യത ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും നമുക്കുണ്ട്. നമ്മളുടെ പരിധിയിൽപ്പെട്ട നമ്മൾ ചെല്ലേണ്ട, മറ്റാരും നിർവഹിക്കാൻ ഇല്ലെങ്കിൽ അത് നമ്മളുടെ എല്ലാം മേൽ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധ ബാധ്യതയാണ്. മറ്റാരെങ്കിലും ചെയ്താൽ നമ്മളുടെ ബാധ്യത ഒഴിവായി. പക്ഷേ നമ്മളുടെ അടുത്ത ആളുകളോട് നമുക്കായിരിക്കും നിർബന്ധം ഉണ്ടായിരിക്കുക. കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ പരിസരത്തുള്ള ആളുകൾ, നമ്മളാണ് ആ കാര്യങ്ങൾ നിർബന്ധമായി ഏറ്റെടുത്ത് ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളാണ് ഇവിടെ പറയുകയുണ്ടായത്. ആ ബാധ്യതയ്ക്ക് അർഹപ്പെട്ട ആളുകൾ ആരാണ്? ഈ പറഞ്ഞ ആളുകളെല്ലാം. അവർ നമ്മളുടെ കുടുംബക്കാരല്ല, നമ്മളുടെ ബന്ധുക്കളല്ല, നമ്മളുടെ നിറക്കാരല്ല, നമ്മളുടെ ഭാഷക്കാരല്ല, രാജ്യക്കാരല്ല, ദേശക്കാരല്ല, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ലയിൽപ്പെട്ട ആൾക്കാരല്ല, നമ്മളുടെ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ അള്ളാഹു നമ്മൾക്ക് പെർമിഷൻ നൽകിയിട്ടില്ല, അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് ആരൊക്കെയാണോ മുസ്ലിങ്ങൾ അവർക്കൊക്കെ ഈ അവകാശം നൽകൽ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത മറന്നുകൊണ്ടായിരിക്കരുത് നമ്മളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് ഈ വരികളിലൂടെ നമ്മെ ഇമാമുമാർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ മാ ലം യസ്തഹില്ലഹു, ഖിബ്ലയിലേക്ക് തിരിയുന്ന നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു മുസ്ലിമിനെയും നമ്മൾ കാഫിറാക്കുകയില്ല. ബിദംബിൻ, അവർ ചെയ്ത ഒരു തെറ്റ് കാരണം മുഖേനയും. മാ ലം യസ്തഹില്ലഹു, അവരത് ഹലാലായി കാണുന്നിടത്തോളം കാലം. വലാ നഖൂലു, അതേപോലെ നാം പറയുന്നില്ല, ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു, തെറ്റ് ചെയ്താൽ അതുകൊണ്ട് ഈമാനിന് യാതൊരു തകരാറുമില്ല എന്നും നമ്മൾ പറയുന്നില്ല എന്നാണ് ഇമാം അബൂ ജാഫർ തഹാവി പറയുന്നത്. ഒന്നാമതായി, വിശ്വാസികൾ തെറ്റുകൾ ചെയ്താൽ അത് മുഖേന അവർ കാഫിറാകും എന്ന് നമ്മൾ പറയുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അല്പം കൂടി സൂക്ഷ്മമായിട്ടാണ് ആ പദം പ്രയോഗിക്കേണ്ടിയിരുന്നത്. ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ, ഒരു തെറ്റ് ചെയ്ത കാരണത്താലും ഖിബ്ലയിലേക്ക് തിരിയുന്ന ആൾ കാഫിറാകൂല എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇന്ന്. അങ്ങനെയല്ല, കുഫ്രിയത്ത് വരുന്ന ദമ്പുകളുണ്ട്. ഉദാഹരണത്തിന് ഷിർക്ക്, കുഫർ, അങ്ങനെയുള്ള ദമ്പുകൾ ചെയ്താൽ അവൻ കാഫിറായി. അപ്പോൾ അതല്ലാത്ത വൻപാപങ്ങളായിരിക്കാം ഇമാമ ഒന്നുകിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. ഉദാഹരണത്തിന് കളവ് നടത്തുക, വ്യഭിചരിക്കുക, അതേപോലെ തന്നെ ഗീബത്ത് പറയുക, കൊലപാതകം നടത്തുക, ഏറ്റവും വലിയ കുറ്റമാണ്. അതൊക്കെ ചെയ്താലും അവൻ മുസ്ലിം തന്നെയാണ്, അവൻ കാഫിറാവൂല. മാലം യസ്തഹില്ലഹു, അത് അനുവദിച്ചുകൊണ്ട്, അത് അനുവദനീയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും അവൻ ചെയ്യാത്തയിടത്തോളം കാലം. കള്ളുകുടിക്കൽ അനുവദനീയമാണ്, പലിശ അനുവദനീയമാണ്, വ്യഭിചാരം അനുവദനീയമാണ്, സിഹർ ചെയ്യൽ അനുവദനീയമാണ് എന്നൊക്കെ ആരെങ്കിലും പറയുകയും വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ കാഫിറാണ്. അതല്ലാത്തയിടത്തോളം കാലം അവനെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ അത് മുഖേന അവൻ കാഫിറാണെന്ന് നമ്മൾ പറയുകയില്ല എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതല്ലാത്ത തെറ്റുകൾ ചെയ്താലോ അവൻ അതല്ലാത്ത കുഫ്രിയത്ത് വരാത്ത ഷിർക്കല്ലാത്ത തെറ്റുകൾ ചെയ്താൽ അവൻ ഫാസിക്കായിരിക്കും, അവൻ കുറ്റവാളിയായിരിക്കും. അവനോട് നസീഹത്തോടുകൂടി ഉപദേശിക്കുകയും സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. വലാ നഖൂലു ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു, അതേപോലെ നാം പറയുന്നില്ല വിശ്വാസത്തിന് പാപങ്ങൾ യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്തുകയില്ല എന്ന്. ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദർസിൽ ഇമാം അവർകൾ പറയുകയുണ്ടായത് അൽ ഈമാനു ഷൈഉൻ വാഹിദുൻ എന്നായിരുന്നു. ഈമാൻ എന്ന് പറയുന്നത് ഒറ്റ ഒന്നാണ്, അത് കൂടുകയോ കുറയുകയില്ല എന്ന് മുർജിഅത്തുൽ ഫുഖഹ എന്ന് അറിയപ്പെട്ട പിൽക്കാലത്ത് പണ്ഡിതന്മാർ ആക്ഷേപിച്ച തരത്തിലുള്ള അഭിപ്രായമായിരുന്നു അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്.
അങ്ങനെയല്ല എന്ന് നമ്മൾ ആ സമയത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള അയിമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുപോലെ, അൽ ഈമാനു യസീദു വയൻകുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. യസീദു ബി ത്വാഅ വയൻകുസു ബിൽ മഅസിയ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, പാപങ്ങൾ ചെയ്താൽ ഈമാൻ കുറയും. പക്ഷേ അങ്ങനെ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുകയില്ല എന്നാണ് ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി നേരത്തെ പറയുകയുണ്ടായത്. ഇവിടെ പറയുന്നത് അതോടൊപ്പം നമ്മൾ പറയുന്നില്ല ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു, പാപങ്ങൾ ചെയ്താൽ ഈമാനിന് തകരാറില്ല എന്ന് നാം പറയുന്നില്ല എന്നാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം അല്പം പുറകോട്ട് പോയിട്ടുണ്ട്. അതായത് വൻപാപങ്ങൾ ആവട്ടെ ചെറിയ ദോഷങ്ങളാവട്ടെ തെറ്റുകൾ ചെയ്താൽ അത് ഈമാൻ കുറക്കുന്നതാണ് എന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് ഇവിടെ എത്തുമ്പോൾ ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി മടങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം അദ്ദേഹം പരിപൂർണമായി അതിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടില്ല. ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്നാമതായി എപ്പോഴാണ് ഒരാൾ കാഫിറായി മാറുക? ഒന്ന്, കുഫർ വരുന്ന പ്രവൃത്തികൾ ചെയ്യുക. ഉദാഹരണത്തിന് അള്ളാഹുവിനെ റസൂലിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിഷേധിക്കുക, ഇസ്ലാം കാര്യങ്ങളിൽ ഏതെങ്കിലും നിഷേധിക്കുക. ഒരാൾ നിസ്കാരമില്ല നിഷേധിക്കുക, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ കാഫിറാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏകോപനം ഇജ്മാ ഉള്ള അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഈമാൻ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക, അള്ളാഹുവിനെ അല്ലെങ്കിൽ മലായിക്കത്തുകളെ, മുർസലീകളെ, വേദഗ്രന്ഥങ്ങളെ, ഖിയാമത്ത് നാളിനെ, ഖളാ ഖദറിനെ, ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാലും അവൻ കാഫിറാണ്. അപ്പോൾ കുഫ്രിയത്ത് വരുന്ന പ്രവൃത്തികളുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കേണ്ടതില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ഷിർക്ക്, അപ്പോഴും അവൻ കാഫിർ തന്നെയാണല്ലോ. മുശ്രിക്കുകൾ കാഫിറുകൾ കൂടിയാണ്. അങ്ങനെ ചെയ്താലും അവൻ മുശ്രിക്കായി മാറും. അതുകൊണ്ട് നമ്മൾ കാഫിറാക്കുന്നില്ല, പക്ഷേ അവർ സ്വയം കാഫിറായാലോ അവർ കാഫിറുകൾ തന്നെയായിരിക്കും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായി വരുന്നൊരു സംശയമുണ്ട്, അറിവില്ലാതെ ഷിർക്ക് ചെയ്താലോ കുഫർ ചെയ്താലോ ആ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. തിൽക ഉമ്മത്തും ഖദ് ഖലത്ത് ലഹാ മാ കസബത്ത് വലക്കും മാ കസബത്തും, ആ ഉമ്മത്ത് കഴിഞ്ഞുപോയി, അവർക്ക് അവർ ചെയ്തതുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആലോചിച്ച് നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഷിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരറിയാതെ ഷിർക്ക് ചെയ്തതാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആ കാര്യമുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പരിഹാരം ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദഅവത്ത് ചെയ്ത് അവരെ തൗഹീദിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിക്കുക, അതാണ് നമ്മളുടെ ബാധ്യത. അതോടൊപ്പം അറിവില്ലാതെ ഷിർക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഇമാം ഇബ്നുൽ അറബി പറയുകയാണ്, ഫൽ ജാഹിലു വൽ മുഖ്തിഉ മിൻ ഹാദിഹിൽ ഉമ്മ വലൗ അമില മിനൽ കുഫ്രി വശിർക്കി മാ യകൂനു സാഹിബുഹു മുശ്രിക്കൻ ഔ കാഫിറ ഫഇന്നഹു യുഅദറു ബിൽ ജഹ്ലി വൽ ഖതഇ, അറിവില്ലായ്മയുടെയോ അബദ്ധം കാരണമായോ ആരെങ്കിലും ഷിർക്കോ കുഫറോ പ്രവർത്തിക്കേണ്ടി വന്നാൽ അള്ളാഹു അവർക്കത് പുറത്തു കൊടുക്കും. ഹത്താ തതബയ്യന ലഹുൽ ഹുജ്ജ, അവർക്ക് ഹുജ്ജത്ത് എത്തുന്നത് വരെ, അല്ലത്തി യുക്ഫറു താരിഖുഹ, അതിനുശേഷവും അവർ അത് ഉപേക്ഷിക്കുകയോ ഷിർക്കുപരമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ പിന്നീട് അവർ കാഫിറായിരിക്കും. ബയാനൻ വാളിഹൻ മാ യൽതബിസു അലാ മിസ്ലിഹി, അങ്ങനെയുള്ള ആളുകൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ അവർക്ക് ഹുജ്ജത്ത് എത്തിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദും തവാഫൊക്കെ ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഹുജ്ജത്ത് എത്തണം. അതിനുശേഷമായിരിക്കും അവർ മുസ്ലിമാണെന്ന് വാദിച്ചാലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായിത്തീരുക. എങ്ങനെയാണ് ഹുജ്ജത്ത് എത്തേണ്ടത്? ഒന്നുകിൽ അവർക്ക് വിശുദ്ധ ഖുർആൻ ലഭിക്കുകയും ഖുർആനിലെ ആയത്തിൻ്റെ മായന മനസ്സിലാവുകയും ചെയ്യുന്ന രൂപത്തിൽ അറിവുള്ളവരായിരിക്കുക. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റേതാണ് പള്ളികൾ മുഴുവൻ, അതായത് ഭൂമി മുഴുവൻ പള്ളി ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളോടും നിങ്ങൾ ദുആ നടത്താൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ ഒരാൾക്ക് അറബി ഭാഷ അറിയുകയും അയാളുടെ കയ്യിൽ ഖുർആൻ എത്തുകയും ചെയ്യുക. രണ്ടാമത്തേത്, അത് അറിഞ്ഞിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു വചനമുണ്ട്, അതിൻ്റെ മായന ഈ രൂപത്തിലാണ് എന്ന് അതിനെ സംബന്ധിച്ച് അറിവുള്ള ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ അയാൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് രണ്ടിന് ശേഷവും അയാൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ മുർത്തദുകളിലും മുശ്രിക്കുകളിലും പെട്ട ആളാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഷിർക്ക് സംഭവിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾ പലതരക്കാരാണ്. ഒന്ന്, അബദ്ധത്താൽ സംഭവിച്ചു പോകുന്ന ആളുകൾ. രണ്ടാമത്, ശുബ്ഹാത്തിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് ഷിർക്കല്ല, അത് തൗഹീദാണ് എന്ന് അബദ്ധവശാൽ വിശ്വസിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഹുജ്ജത്ത് എത്തുന്ന തരത്തിൽ അവരെ പ്രബോധകന്മാർ ഉത്ബുദ്ധരാക്കുകയും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അവർ മുശ്രിക്കുകളാണ്, മുർത്തദ്ദുകളാണ് എന്നതാണ് പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ളത്.
അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിറാണോ മുശ്രിക്കാണോ എന്നൊക്കെ വിധി എഴുതേണ്ടത് ഉലുൽ അംറിൻ്റെ ഭരണാധികാരിയുടെ ചുമതലയിൽപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വിലായത്തില്ലാത്ത സ്ഥലത്ത് അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അവർ മുശ്രിക്കാണോ കാഫിറാണോ എന്ന് വിധി എഴുതൽ നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതോ നമ്മളുടെ അവകാശത്തിൽപ്പെട്ടതോ അല്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലേർപ്പെട്ട ആളുകൾ മുശ്രിക്കാണ് എന്ന് ആമായി നമ്മൾ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന വ്യക്തി മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന് ചോദിച്ചാൽ അതിന് വിധി പറയുകയോ ചെയ്യേണ്ടതില്ല. കാരണം അതെല്ലാം ചെയ്യേണ്ടത് ഭരണാധികാരിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം അബ്ദുറഹ്മാനുൽ മുഅല്ലിമി റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദഹബി ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബ്ദുറഹ്മാൻ ബിൻ യഹ്യ അൽ മുഅല്ലിമി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഫനഹ്നു വഇൻ ഖുൽനാ ഫീ സൂറത്തിൻ മിൻ സൂവരി സുആലി വനഹ്വിഹ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന ഹാദാ ദുആഉൻ ലിഗൈരില്ലാഹി തആല വഇബാദത്തുൻ വശിർക്കുൻ, ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയാണ്, അത് ശിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഫലൈസ മഖ്സൂദുന അന്ന കുല്ലമൻ ഫഅല ദാലിക യകൂനു മുശ്രിക, അങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ആരെങ്കിലും പ്രാർത്ഥിച്ചു പോയാൽ അവൻ മുശ്രിക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. വഇന്നമാ യകൂനു മുശ്രിക്കൻ മൻ ഫഅല ദാലിക ഗൈറ മഅദൂർ, യാതൊരു ഒഴിവുകഴിവുമില്ലാത്ത തരത്തിൽ ഹുജ്ജത്ത് എത്തിയതിനു ശേഷവും അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിലാണ് അവൻ മുശ്രിക്കായി മാറുക. വഅമ്മാ മൻ ഫഅലഹാ മഅദൂറൻ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉദർ അവന് നിലനിൽക്കുന്നുവെങ്കിൽ ഫലഅല്ലഹു യകൂനു മിൻ ഖിയാരി ഇബാദില്ലാഹി തആല, അവരൊരു പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ മഹത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളായേക്കാം. വഅഫ്ദലുഹും വഅത്ഖാഹും, ഒരുപക്ഷേ അള്ളാഹുവിന് ഏറ്റവും തഖ്വ ചെയ്യുന്ന മഹത്തുക്കളിൽപ്പെട്ട ആളായിരിക്കാം ഇങ്ങനെ അബദ്ധം സംഭവിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരക്കാരെ മുശ്രിക്കായി കാണുന്നില്ല എന്ന് അബ്ദുറഹ്മാൻ ബിൻ യഹ്യ അൽ മുഅല്ലിമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ പറ്റും. വേറെ ചില പണ്ഡിതന്മാർ ഷിർക്കിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല, ഷിർക്ക് പ്രവർത്തിച്ചവൻ മുശ്രിക്കാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും ഷിർക്ക് പ്രവർത്തിച്ചാൽ അവൻ മുശ്രിക്കാണ് എന്ന് നിരുപാധികം പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഫഇന്നാ ബഅദ മഅരിഫതി മാ ജാഅ ബിഹി റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅലമു ബിദ്ദറൂറ അന്നഹു ലം യശ്റഅ ലി ഉമ്മത്തിഹി അൻ തദു അഹദൻ മിനൽ അംവാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമാകും മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനോടും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ലൽ അംബിയാ വല സ്വാലിഹീൻ, അംബിയാക്കളാവട്ടെ സാലിഹീങ്ങളാവട്ടെ വല ഗൈറഹും, അല്ലാത്ത മലായിക്കത്തുകളോ മറ്റോ ആവട്ടെ അവരോടൊന്നും ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ലാ ബി ലഫ്ദിൽ ഇസ്തിഗാസത്തി വലാ ബി ഗൈരിഹ, അത് ഇസ്തിഗാസാന്ന് പേരിട്ടാലും തവസ്സുലെന്ന് പേരിട്ടാലും വേറെ എന്ത് പേരിട്ടാലും, വലാബിൽ ഇസ്തിആദ കാവലിനെ ചോദിക്കൽ എന്ന് പേരിട്ടാലും വലാ ഗൈരിഹ എന്ത് പേരിട്ടാലും അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നീരിപ്പെട്ടതല്ല. കമാ അന്നഹു ലം യുശ്റഅ ലി ഉമ്മത്തിഹി അസ്സുജൂദ ലി മയ്യിത്തിൻ വലാ ലി ഗൈരി മയ്യിത്തിൻ, ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടു പോയവർക്കോ സുജൂദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകിയിട്ടില്ല. ബൽ നഅലമു അന്നഹു നഹാ അൻ കുല്ലി ഹാദിഹിൽ ഉമൂർ, മറിച്ച് വ്യക്തമായി നമ്മൾക്കറിയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. വഅന്ന ദാലിക മിന ശിർക്കി അല്ലദീ ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഹറാമാണെന്ന് പഠിപ്പിച്ച ഷിർക്കിൽപ്പെട്ടതാണ് ആ കാര്യങ്ങളൊക്കെ. ലാക്കിൻ ലി ഗലബത്തിൽ ജഹലി വഖില്ലത്തിൽ ഇൽമി ബി ആസാരി റിസാല ഫി കസീരിൻ മിനൽ മുതഅഖിരീൻ, പിൽക്കാലത്തെ ജനങ്ങൾക്ക് നബിമാർ പഠിപ്പിച്ച റിസാലത്തിനെ സംബന്ധിച്ചുള്ള അറിവുകളും ജഹലി വ്യാപകമായതും കാരണത്താൽ ലം യകുൻ തക്ഫീറുഹും ബിദാലിക, അവരെ അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം നാം കാഫിറായി കാണുന്നില്ല. ഹത്താ യതബയ്യന ലഹും മാ ജാഅ ബിർ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യുഖാലിഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ദീൻ ഇന്നതാണ്, അതിന് വിരുദ്ധമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവരെ നാം കാഫിറായി കാണുന്നില്ല എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന മുഴുവൻ ആളുകളെയും മുസ്ലിങ്ങളായി നമ്മൾ ഗണിക്കുന്നു. അള്ളാഹുവും റസൂലും കൊണ്ടുവന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും നമ്മൾ മുസ്ലിങ്ങളാണെന്ന് തിരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്താൽ അത് ശിർക്കാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യുക. അതിനുശേഷവും അവർ ഉറച്ചു നിന്നാൽ അത്തരക്കാർ ചെയ്യുന്ന പ്രവൃത്തി ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അവരെ വിട്ടുനിൽക്കാം, അവരെ വെടിഞ്ഞു നിൽക്കാം. അതോടൊപ്പം അവരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അയാൾ കാഫിറാണ്, അയാൾ മുശ്രിക്കാണ് എന്ന് വിധി എഴുതാനുള്ള അധികാരം നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ അധികാരമുള്ള സ്ഥലങ്ങളിൽ ഭരണാധികാരികൾ ആ കാര്യം നിർവഹിച്ചുകൊള്ളും. എന്നാൽ അത്തരം ഇസ്തിഗാസയും തവസ്സുലും അല്ലാഹു അല്ലാത്തവർക്കുള്ള സുജൂദും തവാഫുമൊക്കെ
ഇസ്ലാം ദീനിൽപ്പെട്ടതാണ് എന്ന് വാദിക്കുകയും അതിനുവേണ്ടി വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന അറിവുള്ള ആളുകൾ, അത്തരക്കാർ തീർച്ചയായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ്. അവരെ നമ്മൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുകയും അവരെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യേണ്ടതില്ല എന്ന കാര്യം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വല്ലാഹു അലം. ഇതാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.